ഒരു എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിൽ മുംബൈയിൽ നിന്നും അഡിസ് അബാബ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ. എത്യോപ്യൻ തലസ്ഥാനത്തെ ബോലെ ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. രാവിലെ 9:05 ജിബൂട്ടി എന്ന രാജ്യത്തേക്ക് പുറപ്പെടുന്ന ഒരു വിമാനത്തിൽ കയറാനായി വെയിറ്റിംഗ് ലോഞ്ചിൽ ഞാൻ അങ്ങനെ കാത്തിരുന്നു. ഡിപ്പാർച്ചർ അറിയിപ്പ് എത്യോപ്യൻ ഭാഷയിലാണ് സ്ക്രീനിൽ തെളിയുന്നത്. അത് പിടികിട്ടുന്നില്ല. ടിക്കറ്റിലെ വിവരവും സ്ക്രീനിലെ അറിയിപ്പും ഒത്തുനോക്കി. വിമാനം കൃത്യസമയത്ത് തന്നെ പുറപ്പെടുമായിരിക്കാം. സായിപ്പുമാരടക്കം കുറച്ചു യാത്രക്കാർ ലോഞ്ചിലുണ്ട്. അവർ സംസാരിച്ചിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിക്കുന്നു. ഈ ലോഞ്ചിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീയാണ്. വിമാനത്തിനകത്ത് ഭക്ഷണം കിട്ടുമെന്നതിനാൽ ഇവിടെ നിന്നും കഴിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി ഗേറ്റ് കണ്ടുപിടിക്കണം. ബോലെ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലാണിത്. ഇന്റർനാഷണൽ അല്ല. 29ാം ഗേറ്റിൽ നിന്നും 9:05 തന്നെ വിമാനം പുറപ്പെടുമെന്ന അറിയിപ്പ് കണ്ടു. പഴയൊരു ആശുപത്രിയുടെ വരാന്ത പോലുണ്ട് വിമാനത്താവളത്തിലെ പഴയ ടെർമിനലിന്റെ ചില ഭാഗങ്ങൾ. ഒരു കാലത്ത് ധാരാളം മലയാളികൾ ഈ കോറിഡോറുകളിലൂടെയെല്ലാം നടന്നിട്ടുണ്ട്. വിമാനത്തിലേക്ക് ആളെ കയറ്റി തുടങ്ങിയിരിക്കുന്നു. ധാരാളം സായിപ്പുമാരുണ്ട്. പിന്നെ മുസ്ലിം വേഷധാരികളായ ജിബൂട്ടിക്കാരും. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ജിബൂട്ടി. അധികം വിമാനങ്ങളൊന്നുമില്ല അവിടേക്ക്. എത്യോപ്യൻ എയർലൈൻസ് ആണ് ജിബൂട്ടിയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത്. ദിവസവും എത്യോപ്യൻ എയർലൈൻസിന്റെ 2-3 വിമാനങ്ങൾ ജിബൂട്ടിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഞാൻ വിമാനത്തിനുള്ളിലേക്ക് നടന്നു. ജിബൂട്ടിക്ക് സ്വന്തമായി വിമാന കമ്പനി ഉണ്ടെങ്കിലും എത്യോപ്യൻ എയർലൈൻസിനോളം കാര്യക്ഷമമല്ല അത്. ജിബൂട്ടിയുടെ പതാകവാഹകനായ എയർ ജിബൂട്ടിക്ക് ഒരൊറ്റ വിമാനമേ ഉള്ളൂ. അത് തന്നെ മറ്റൊരു കമ്പനിയിൽ നിന്നും പാട്ടത്തിനെടുത്തതാണ്. വിമാനത്തിൽ നിറയെ യാത്രികരുണ്ട്. ബിസിനസ് ക്ലാസ്സിലാവട്ടെ ആളുകൾ നന്നേ കുറവാണ്. അനുവദിച്ചിരിക്കുന്ന 4A സീറ്റ് കണ്ടുപിടിച്ച് ഞാനിരുന്നു. കുറച്ചുനേരം പുറത്തെ കാഴ്ചകളിൽ മുഴുകി. ബോലെ എയർപോർട്ടിന്റെ പഴയ ടെർമിനലിന്റെ ഭാഗങ്ങളാണിത്. അവിടെയും എയ്റോ ബ്രിഡ്ജ് പോലുള്ള സംവിധാനങ്ങളെല്ലാമുണ്ട്. യാത്രികർ കയറിക്കഴിഞ്ഞു. കൃത്യസമയത്ത് വിമാനം നീങ്ങിത്തുടങ്ങി. ലോകത്തെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ വിമാന കമ്പനികളിലൊന്നാണ് എത്യോപ്യൻ എയർലൈൻസ് എന്ന് എനിക്ക് തോന്നുന്നു. എത്യോപ്യ എന്ന് കേൾക്കുമ്പോൾ ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യമാണെന്ന ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പട്ടിണിക്കോലങ്ങളായ മനുഷ്യരും ഒട്ടകച്ചാണകം തിന്നുന്ന കുട്ടികളുമെല്ലാം ആ ചിന്തയിൽ തെളിയും. എന്നാൽ എത്യോപ്യൻ എയർലൈൻസിന്റെ കാര്യം വ്യത്യസ്തമാണ്. യൂറോപ്യൻ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന വിമാന കമ്പനിയാണിത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനി. 108 വിമാനങ്ങൾ എത്യോപ്യൻ എയർലൈൻസിന് സ്വന്തമായുണ്ട്. ആഫ്രിക്കയിൽ 2ാം സ്ഥാനത്ത് വരുന്ന സൗത്ത് ആഫ്രിക്കൻ എയർവേസിന് 58 വിമാനങ്ങളെ സ്വന്തമായുള്ളൂ എന്നോർക്കണം. എത്യോപ്യൻ എയർലൈൻസിൽ ഒരു തവണ യാത്ര ചെയ്തവർ അതോടെ അതിന്റെ ആരാധകരായി മാറിയിരിക്കും. ഇന്ത്യയിൽ മുംബൈയിലേക്കാണ് ഇപ്പോൾ എത്യോപ്യൻ എയർലൈൻസിന്റെ സർവീസ് ഉള്ളത്. താമസിയാതെ ബാംഗ്ലൂരിലേക്കും ഇവർ സർവീസ് ആരംഭിക്കാനിരിക്കുകയാണ്. അതോടെ ദക്ഷിണേന്ത്യക്കാർക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകാൻ കൂടുതൽ സൗകര്യമാവും. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും ഏഷ്യയിലേക്കും ആഫ്രിക്കയിലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കുമെല്ലാം ഇവിടെ നിന്നും സർവീസുണ്ട്. കൂറ്റൻ വിമാനങ്ങൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും എത്യോപ്യൻ എയർലൈൻസിന്റേതു തന്നെ. ടെർമിനലുകളെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. എയർപോർട്ടിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. ബോലെ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ലോകത്തിന്റെ ഒരു ഹബ്ബാക്കാനാണ് ശ്രമം. ഒരു ആഫ്രിക്കൻ രാജ്യത്തിന് എങ്ങനെ ഇതെല്ലാം സാധ്യമാകുന്നു എന്ന് സംശയിച്ചു പോകും. എത്യോപ്യ വളർച്ചയുടെ പാതയിലാണ്. തലസ്ഥാനമായ അഡിസ് അബാബയാകട്ടെ ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വിമാനത്താവളത്തിന്റെ ഭാഗമായ കെട്ടിടങ്ങളും നിരന്നു കിടക്കുന്ന വിമാനങ്ങളുമെല്ലാം പുറത്തെ കാഴ്ചയിലുണ്ട്.
അതിനപ്പുറം അഡിസ് അബാബയുടെ പട്ടണഭാഗങ്ങളും. എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു നഗരമാണ് അഡിസ് അബാബ. വിമാനം റൺവേയിൽ നിന്ന് ഉയർന്നതോടെ താഴെ അഡിസ് അബാബ നഗരം കാണാം. 34 ലക്ഷം ആളുകൾ വസിക്കുന്ന നഗരം. 10 കോടിയിലേറെയാണ് എത്യോപ്യയുടെ മൊത്തം ജനസംഖ്യ. സുഖകരമായ കാലാവസ്ഥയുള്ള നഗരമാണിത്. ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ എനിക്കിഷ്ടപ്പെട്ട നഗരമാണ് അഡിസ് അബാബ. നിരയൊത്ത കെട്ടിടങ്ങൾ. പല ആഫ്രിക്കൻ നഗരങ്ങളിലുമുള്ള വിധം ചേരിപ്പുരകളല്ല ഇവിടെ കാണുന്നത്. ആസൂത്രിതമായ ഒരു നഗരമാണിതെന്ന് ഈ ആകാശക്കാഴ്ചയിൽ വ്യക്തമാകും. നേർരേഖ പോലുള്ള 4 വരി ഹൈവേകൾ. മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു ആഫ്രിക്കൻ നഗരത്തിന്റെ ഭാവമേയല്ല അഡിസ് അബാബയ്ക്ക്. വളരെ ആസൂത്രിതമായ ഏതെങ്കിലും യൂറോപ്യൻ നഗരമാണെന്ന് തോന്നും. അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ കാണുക. നിരയൊപ്പിച്ച് ചിട്ടയോടെയാണ് അതിന്റെ നിർമ്മാണം. മിക്കതും വലിയ കെട്ടിടങ്ങൾ തന്നെ. നേർരേഖ പോലെ ഹൈവേകൾ. ഇത്തരം ആസൂത്രണങ്ങൾക്കെല്ലാം ഇവർക്ക് പിന്തുണ നൽകുന്നത് ചൈനയാണ്. ചേരികളും ദാരിദ്ര്യവുമെല്ലാമുള്ള നഗരം തന്നെയാണ് അഡിസ് അബാബ. 18 മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില. ഏതു സീസണിലും അതങ്ങനെ തന്നെയായിരിക്കും. വിമാനം കൂടുതൽ ഉയരത്തിലേക്കെത്തി. അഡിസ് അബാബ പിന്നിലായിക്കഴിഞ്ഞു. ഇനി തെഫും ചോളവും വിളയുന്ന എത്യോപ്യൻ കൃഷിയിടങ്ങൾക്ക് മുകളിലൂടെയുള്ള യാത്രയാണ്. വേനൽക്കാലമാണിത്. അതുകൊണ്ടുതന്നെ ഭൂമിക്ക് ആകെ ഒരു വരണ്ട നിറമാണ്. ബിസിനസ് ക്ലാസ്സിലെ ക്യാബിൻ ക്രൂ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ വിളമ്പിത്തുടങ്ങി. വളരെ ചെറിയ തോതിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. എങ്കിലും ആചാരപരമായി തന്നെയാണ് അത് വിളമ്പുന്നത്. എയർ ഹോസ്റ്റസുമാർ ഓരോ സീറ്റിലെയും ട്രേ ടേബിളിൽ മേശവരിയിട്ട് ഏതു വിഭവം വേണമെന്ന് ചോദിച്ച് ഭവ്യതയോടെ അത് വിളമ്പുന്നു. ഞാൻ ആ സമയത്തും പുറത്തെ കാഴ്ചകളിൽ മുഴുകിയിരുന്നു. അഫാർ ഗോത്രങ്ങളുടെ പ്രദേശങ്ങളാണ് താഴെ. കഴിഞ്ഞ തവണ എത്യോപ്യ സന്ദർശിച്ചപ്പോൾ ഞാൻ ആ വഴികളിലൂടെ കാറിൽ സഞ്ചരിച്ചതാണ്. അവിടെയെല്ലാം അഫാർ ഗോത്ര ഗ്രാമങ്ങളുണ്ട്. ചുള്ളിക്കമ്പുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുള്ള ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഗ്രാമങ്ങൾ. ആ ഗ്രാമങ്ങളിൽ നിന്ന് ഉപ്പുമരുഭൂമിയിൽ ഉപ്പുവെട്ടാൻ പോകുന്ന ഗ്രാമീണരുടെ ജീവിതവും ഉപ്പുമരുഭൂമിയിലെ ഒട്ടക കാരവനുകളുമെല്ലാം ഞാനന്ന് കണ്ടതാണ്. ആകാശക്കാഴ്ചയിലെ ഈ നിറമില്ലായ്മ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ആകെ തന്നെയുണ്ട്. എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ആപ്പിൾ ജ്യൂസും പഴങ്ങളും മാംസവും പച്ചക്കറിയുമെല്ലാമുണ്ട്. സാൽമൺ മത്സ്യം വേവിക്കാതെ ബ്രെഡിനകത്ത് ചുരുട്ടിവെച്ച ഒരു വിഭവം. അത് നന്നായി ആസ്വദിച്ചു. ജാപ്പനീസ് സുഷി പോലൊരു വിഭവം. ഒരു ആപ്പിൾ ജ്യൂസ് കൂടി കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു. വിമാനം എത്യോപ്യ ജിബൂട്ടി അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു. താഴെ വെളുപ്പുനിറത്തിൽ കാണുന്നത് ഉപ്പിന്റെ മരുഭൂമിയാണ്. അതിന്റെ മധ്യത്തിൽ ദീർഘവൃത്താകൃതിയും ഇരുണ്ട നിറവുമുള്ള ഒരു ഭാഗം. ഒരു തടാകമാണത്. ലേക്ക് അബ്ബെ എന്നാണ് അതിന്റെ പേര്. ആ തടാകതീരത്തേക്കെല്ലാം അടുത്ത ദിവസം ഞാൻ പോകുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള ഭൂവിഭാഗമാണത്. എത്യോപ്യയിലെ ഡനാക്കിൽ ഡിപ്രഷൻ പോലെ ജിബൂട്ടിയുടെയും എത്യോപ്യയുടെയും അതിർത്തിയിലുള്ള ഒരു പ്രദേശം. അത്ഭുതങ്ങളുടെ ഭൂഭാഗമാണ് താഴെ കാണുന്നത്. ഉപ്പിന്റെ ധവളമയാണ് എവിടെയും. വലിയൊരു പ്രവാഹത്തിൽ മരുഭൂമിയിൽ പടർന്ന് കട്ടപിടിച്ചതാണതെന്ന് തോന്നും. അവിടെയെല്ലാം ഗോത്രഗ്രാമങ്ങളുണ്ട്. അതൊക്കെ സന്ദർശിക്കുക എന്നത് ഈ യാത്രയുടെ ലക്ഷ്യമാണ്. ലേക്ക് അബ്ബയുടെ പരിസരം പിന്നിടുന്നതോടെ ജിബൂട്ടിയുടെ മുകളിലേക്കെത്തുന്നു. ആഫ്രിക്കയുടെ ഈ ഭാഗത്ത് ഇക്കാണുന്നതാണ് എത്യോപ്യ. അതിനോട് ചേർന്ന് ഇക്കാണുന്നത് ജിബൂട്ടി. ചെങ്കടലിനും എത്യോപ്യയ്ക്കുമിടയിലാണ് അതിന്റെ സ്ഥാനം.
അഡിസ് അബാബയിൽ നിന്നും പുറപ്പെട്ട വിമാനം ലേക്ക് അബ്ബയുടെ മുകളിലൂടെ പറന്ന് ഇപ്പോൾ ജിബൂട്ടി സിറ്റി എന്ന തലസ്ഥാന നഗരത്തോട് അടുക്കുകയാണ്. ബജറ്റ് ട്രാവലേഴ്സിനും ആദ്യമായി വിദേശ ടൂറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഇതാ സുവർണാവസരം. സഞ്ചാരം ഒരുക്കുന്ന തായ്ലൻഡ് ടൂർ. ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് നൂച്ച് ഗാർഡൻസ്, മറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന സിയം പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽകാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. ത്രില്ലിംഗ് തായ്ലൻഡ്. തായ്ലൻഡിൽ 4 പകലും 3 രാത്രിയും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കുക sanjaram.com. ഫോൺ 7591966600. ജിബൂട്ടിയുടെ ചുവന്ന മണ്ണാണ് താഴെ. ശരിക്കും ഒരു ദരിദ്ര രാജ്യമാണ് ജിബൂട്ടി. തുറമുഖമുള്ളതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന രാജ്യമാണിതെന്നും പറയാം. ചെങ്കടലിന്റെ തീരത്താണ് ജിബൂട്ടി. എത്യോപ്യയ്ക്ക് തുറമുഖമില്ലാത്തതിനാൽ അവിടേക്കുള്ള ചരക്കുകൾ ജിബൂട്ടി തുറമുഖത്തിറക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എത്യോപ്യയുടെ വാണിജ്യ താൽപര്യങ്ങൾ കൊണ്ട് പുലരുന്ന നാടെന്നും ജിബൂട്ടിയെ വിശേഷിപ്പിക്കാം. USA, ഫ്രാൻസ്, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ എല്ലാം മിലിറ്ററി ബേസുകളും ജിബൂട്ടിയിലുണ്ട്. രാജ്യത്തിന് അതിലൂടെയും വരുമാനം ലഭിക്കുന്നു. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലേക്കുമുള്ള ചരക്കുകൾ ഇവിടെ വന്നിറങ്ങുകയും കയറിപ്പോവുകയും ചെയ്യുന്നു. ജിബൂട്ടിയുടെ ജനവാസ മേഖലയാണ് താഴെ. 10 ലക്ഷത്തിൽ താഴെയാണ് ജിബൂട്ടി എന്ന രാജ്യത്തെ മൊത്തം ജനസംഖ്യ. അതിൽ 2.25 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്നത് ഈ ജിബൂട്ടി സിറ്റിയിലാണ്. രാജ്യത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയോളം പേരും കൊടും ദാരിദ്ര്യത്തിലാണ്. എന്നാൽ സമ്പന്നരായ ധാരാളം വിദേശികൾ ജിബൂട്ടി പട്ടണത്തിൽ വസിക്കുന്നുണ്ട്. പല കമ്പനികളിലെ ഉദ്യോഗസ്ഥർ, വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർ എന്നിവരെല്ലാം അതിൽ ഉൾപ്പെടുന്നു. മിലിറ്ററി ഓഫീസർമാരും എംബസി ഉദ്യോഗസ്ഥരുമെല്ലാമായ വിദേശികളും ഉയർന്ന ജീവിത നിലവാരമുള്ളവരാണ്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആളുകൾ തൊഴിൽ തേടി എത്തിക്കൊണ്ടിരിക്കുന്ന നഗരമാണിത്. രാജ്യത്തിന്റെയും രാജ്യതലസ്ഥാനത്തിന്റെയും പേര് ജിബൂട്ടി എന്നു തന്നെ. വലിയ ചേരികളും ദാരിദ്ര്യത്തിന്റെ കാഴ്ചകളുമുള്ള രാജ്യം. ഷിപ്പിംഗ് കമ്പനികളിൽ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നു. ഫ്രീ സോണിലെ പല കമ്പനികളും നടത്തുന്നതും മലയാളികളാണ്. വിവിധ കമ്പനികളിൽ ഉയർന്ന ഉദ്യോഗസ്ഥരായും മലയാളികൾ ഇവിടെയുണ്ട്. ജിബൂട്ടി ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയായ ഒരു നാടാണ്. ബിസിനസ്സിനായി ഇവിടെ എത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. വിമാനം ജിബൂട്ടിയുടെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. വലിയ വളർച്ചയ്ക്കു വേണ്ടി മറ്റു പല രാജ്യങ്ങളുടെയും സഹായത്തോടെ ജിബൂട്ടി ഒരു റോഡ് മാപ്പ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനായി ഒരു ആധുനിക നഗരം വരെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുവരുന്നു. 1977 മാത്രമാണ് ഈ രാജ്യത്തിന് ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനുശേഷം 3 ദശകങ്ങളിൽ രാജ്യം വലിയ തോതിലുള്ള വളർച്ചയൊന്നും നേടിയിരുന്നുമില്ല. സിവിലിയൻ എയർപോർട്ട് എന്നതിനേക്കാൾ മിലിറ്ററി എയർപോർട്ട് എന്ന നിലയിലാണ് ഈ വിമാനത്താവളത്തിന്റെ പ്രാധാന്യം. പല രാജ്യങ്ങളുടെ എയർഫോഴ്സ് ബേസാണിത്. അവരുടെ യുദ്ധവിമാനങ്ങൾ വന്നിറങ്ങുകയും പറന്നു പൊങ്ങുകയും ചെയ്യുന്ന എയർപോർട്ട്. ക്യാമ്പ് ലെമണിയർ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ US മിലിറ്ററി ക്യാമ്പിൽ 4000 സൈനികരുണ്ട്. സൊമാലിയയിലും യമനിലും വിമത സായുധ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നത് അവരാണ്. ആഫ്രിക്കയിൽ US മിലിറ്ററിക്കുള്ള ഏക പെർമനന്റ് ക്യാമ്പാണ് ജിബൂട്ടിയിലേത്. 2 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം ജിബൂട്ടി ഗവൺമെന്റ് US സൈന്യത്തിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. അഫ്ഗാൻ യുദ്ധസമയത്ത് ഇവിടെയുള്ള US ബേസിലെ സൈനികർ സുപ്രധാനമായ പങ്കുവഹിച്ചിരുന്നു. ഒരു ഭാഗത്ത് എയർ ഫ്രാൻസിന്റെ വലിയൊരു വിമാനം കിടക്കുന്നു.
പണ്ട് മുതലേ ഫ്രാൻസിന്റെ ഒരു കോളനിയായിരുന്നു ജിബൂട്ടി. സ്വാതന്ത്ര്യത്തിന് ശേഷവും ധാരാളം ഫ്രഞ്ചുകാർ ഇവിടെ തുടരുന്നുണ്ട്. ഫ്രാൻസിന്റെ ഒരു മിലിറ്ററി ബേസും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ഫ്രാൻസ് ജിബൂട്ടിയെയും പാരീസിനെയും ബന്ധപ്പെടുത്തി സർവീസ് നടത്തിവരുന്നു. വിമാനം നിശ്ചലമായതോടെ ആളുകൾ ഇറങ്ങാനുള്ള തിടുക്കത്തിലായി. എല്ലാവരും ബാഗുകളും മറ്റുമെടുത്ത് ഒരുങ്ങുന്നു. ജിബൂട്ടിക്കാരും സായിപ്പുമാരുമേയുള്ളൂ വിമാനത്തിൽ. ജിബൂട്ടിയിലെ സമ്പന്നരാവാം തദ്ദേശീയ യാത്രികർ. ഞാനുമിറങ്ങി. ഇത് സുരേഷ് നായർ. എന്നെ സ്വീകരിക്കാനെത്തിയതാണ് സുരേഷ്. ഇദ്ദേഹം ഒസ്മാൻ, സുരേഷിന്റെ സ്റ്റാഫാണ്. ഒസ്മാന് പോലീസിലും മറ്റും ചില ബന്ധങ്ങളുണ്ടത്രേ. പുറത്തിറങ്ങുന്നതിൽ എനിക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ സഹായിക്കാനായി സുരേഷ് കൂട്ടിക്കൊണ്ടുവന്നതാണ് ഒസ്മാനെ. പക്ഷേ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങി. ഇതാണ് ജിബൂട്ടിയിലെ ഇന്റർനാഷണൽ എയർപോർട്ട്. ചെറിയ രാജ്യത്തിന്റെ ചെറിയ വിമാനത്താവളം. ടാക്സികളാണ് ഈ കിടക്കുന്നത്. പഴഞ്ചൻ കാറുകൾ ശരിയാക്കിയെടുത്ത് പച്ച ചായമടിച്ച് ടാക്സി ആക്കുന്നതാണ് ഇവിടുത്തെ പരിപാടി. ധാരാളം ലക്ഷറി കാറുകളുമുണ്ട്. ഇതാണ് സുരേഷിന്റെ വാഹനം. ഈസ്റ്റ് ആഫ്രിക്ക ഹോൾഡിംഗ്സ് കമ്പനിയിലെ മാനേജറാണ് സുരേഷ്. 15 വർഷമായി ജിബൂട്ടിയിലുണ്ട്. വേറെയും ധാരാളം മലയാളികൾ ഈസ്റ്റ് ആഫ്രിക്ക ഹോൾഡിംഗ്സ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടത്രേ. എത്യോപ്യയിലേക്കും മറ്റുമുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് ഇവരുടേത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും പ്രധാന പാതയിലേക്ക് ഇറങ്ങി. ജിബൂട്ടിയിലെത്താൻ മുൻകൂട്ടിയുള്ള വിസയുടെ ആവശ്യമില്ല. വിസ ഓൺ അറൈവലാണിവിടെ. $20 നൽകിയാൽ വിസ അടിച്ചുകിട്ടും. പക്ഷേ ഇവിടെയുള്ള ഏതെങ്കിലും കമ്പനിയുടെ ക്ഷണം വേണം. ആ ഇൻവിറ്റേഷൻ ലെറ്ററിന് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി വാങ്ങണം. അങ്ങനെ ലഭിക്കുന്ന പോലീസ് അനുമതി പ്രിന്റ് എടുത്ത് എയർപോർട്ടിൽ കാണിക്കുകയും വേണം. ഈസ്റ്റ് ആഫ്രിക്ക ഹോൾഡിംഗ്സ് കമ്പനിയാണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പോലീസിന്റെ വെരിഫിക്കേഷനോട് കൂടിയ അവരുടെ ഇൻവിറ്റേഷൻ മെയിൽ എയർപോർട്ടിൽ കാണിച്ച് $20 അടച്ചപ്പോൾ എനിക്ക് വിസ അടിച്ചുകിട്ടി. ജിബൂട്ടിയുടെ താരതമ്യേന ഭേദപ്പെട്ട പ്രദേശങ്ങളാണ് ഇവിടമെല്ലാം. എംബസികളും സമ്പന്നഗേഹങ്ങളുമെല്ലാം ഉള്ളത് ഇവിടെയാണ്. മരുഭൂ സ്വഭാവമുള്ള പ്രദേശമായതിനാൽ പൊടിമണ്ണും പൊടിക്കാറ്റും പതിവ് സംഗതികളാണ് താനും. വലിയ ചൂടുള്ള സമയത്തല്ല എന്റെ ജിബൂട്ടി സന്ദർശനം. ഫെബ്രുവരി മാസമായതിനാൽ തണുപ്പുണ്ട്. ഇവിടെ ഏറ്റവും സുഖകരമായ കാലാവസ്ഥയുള്ള സമയത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഒരു വരണ്ട ഫീലാണ് നൽകുക. വൃക്ഷങ്ങളില്ലാത്തതുകൊണ്ടും പൊടി നിറഞ്ഞ പാതയോരമായതുകൊണ്ടുമാണത്. വലതുഭാഗത്ത് കാണുന്നത് എത്യോപ്യ ജിബൂട്ടി റെയിൽപാതയാണ്. ഒരു വരമ്പ് പോലെ അതങ്ങനെ നീണ്ടുകിടക്കുന്നു. ജിബൂട്ടി തുറമുഖത്തു നിന്നുമുള്ള ചരക്കു നീക്കമാണ് ആ റെയിൽവേയുടെ പ്രധാന ദൗത്യം. പാസഞ്ചർ ട്രെയിനുകളുമുണ്ട്. 2018 ജനുവരി 1 റെയിൽപാതയുടെ ഉദ്ഘാടനം. നേരത്തെ അഡിസ് അബാബയെയും ജിബൂട്ടിയെയും ബന്ധിപ്പിച്ച് ഒരു മീറ്റർ ഗേജ് റെയിൽപാതയുണ്ടായിരുന്നു. അത് കാലപ്പഴക്കത്താൽ നശിച്ചു പോവുകയാണുണ്ടായത്. ഇപ്പോൾ ചൈന മുൻകൈയെടുത്തും മുതൽ മുടക്കിയുമാണ് റെയിൽപാത പണിതിരിക്കുന്നത്. 2023 വരെയും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും ചൈനയായിരിക്കും. ഒരു ദിവസത്തെ യാത്രയുണ്ട് ജിബൂട്ടിയിൽ നിന്നും അഡിസ് അബാബയിലേക്ക്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പാസഞ്ചർ ട്രെയിൻ സർവീസ് ഉള്ളത്. നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവിടെ നിന്നും പുറത്തു കടക്കുമ്പോൾ ദാരിദ്ര്യ കാഴ്ചകൾ തുടങ്ങുകയായി. ദാരിദ്ര്യത്തിന്റെ വടുക്കളുള്ള പാർപ്പിടങ്ങളും ചേരികളുമെല്ലാം ഉണ്ട് അതിൽ. ഇത്തവണത്തെ സഞ്ചാരത്തിന് ജിബൂട്ടി തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട്. അമേരിക്കൻ സമ്പന്ന കാഴ്ചകളോ ഏഷ്യൻ രാജ്യങ്ങളിലെ പച്ചപ്പിന്റെ കാഴ്ചകളോ മാത്രമല്ല, ആഫ്രിക്കയിലെ ഇത്തരം ദരിദ്ര രാജ്യങ്ങളിലുമുണ്ട് വ്യത്യസ്ത കാഴ്ചകൾ. വരണ്ട ഭൂമിയിൽ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ഗ്രാമങ്ങൾ, ഉൾനാടൻ ജീവിത തുടിപ്പുകൾ, ഇന്നത്തെ ആഫ്രിക്കയുടെ അവസ്ഥ, ഇതൊക്കെ ഒന്ന് കാണാനും അറിയാനുമാണ് ഈ യാത്ര. ജിബൂട്ടി ഒരു ടൂറിസം രാജ്യമല്ല.
പക്ഷേ ഇവിടെ ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. ടൂറിസത്തിന് പറ്റിയ പല സ്ഥലങ്ങളും ഇവിടെയുണ്ട് താനും. പുതിയ പോർട്ടുകളുടെയും പാതകളുടെയും നിർമ്മാണം നടക്കുന്നു. സുരേഷ് ആദ്യം എന്നെ അവരുടെ കമ്പനിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ പോയി ഒന്ന് വിശ്രമിച്ചിട്ട് യാത്ര തുടരണം. പലയിടത്തും ഹൈവേകളുടെ പണി നടക്കുന്നു. പല പോർട്ടുകളുണ്ട് ജിബൂട്ടിയിൽ. ഓയിൽ പോർട്ടുകളും മൾട്ടിപർപ്പസ് പോർട്ടുമെല്ലാം. പലതും ചൈന നിക്ഷേപം നടത്തി നിർമ്മിച്ചത് തന്നെ. അറബി രാജ്യങ്ങളും ജിബൂട്ടിയെ സഹായിക്കുന്നുണ്ട്. ഇന്ത്യയും ചെറിയ സഹായങ്ങൾ നൽകുന്നു. പക്ഷേ ഇന്ത്യൻ സഹായത്തെ ചൈന മറികടക്കും. അത് അവരുടെ ഒരു പോളിസിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഇപ്പോൾ ഇവർ നേരിടുന്ന ഒരു പ്രശ്നം. പക്ഷേ അതിനെ മറികടക്കാൻ പോവുകയാണ് ജിബൂട്ടി. വിപുലമായ ഒരു പോർട്ട് ഏരിയയും ദുബായ് പോലെ ഒരു ന്യൂ ടൗൺ ഏരിയയും സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണിവർ. ആ പദ്ധതിയെപ്പറ്റി യാത്രയ്ക്ക് മുൻപ് വായിച്ചത് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഈ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ്. തനി ആഫ്രിക്കൻ കാഴ്ചകൾ, പൊടിമണ്ണ്, നിറം മങ്ങിയ ജീവിതങ്ങൾ. വളരാനുള്ള വ്യഗ്രതയിലാണ് ജിബൂട്ടി. പക്ഷേ ദാരിദ്ര്യം ഇവിടുത്തെ ജനതയുടെ തീരാശാപമായി തുടരുന്നു. ജിബൂട്ടിയുടെ കാഴ്ചകൾ തുടങ്ങുന്നതേയുള്ളൂ.